കേരളത്തിലെ LDF ആയാലും UDF ആയാലും നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, നിങ്ങൾ എന്ത് കാണിച്ചാലും ആൾക്കാർ മാറ്റി വോട്ട് ചെയ്യത്തില്ലെന്ന്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചു, സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം കേരളത്തിലുള്ള ചില മീഡിയയും ചില പൊളിറ്റീഷ്യൻസും ഒക്കെ അനാവശ്യ രീതിയിൽ ഒരു ആളെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നിയാണ് വോട്ടർമാർക്ക് സിമ്പതി ഉണ്ടാവും. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും കൊണ്ടുപോയി വോട്ട് കുത്തിക്കൊടുക്കുന്നു. 70,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത്. ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ തീർച്ചയായിട്ടും ഞാൻ സന്തോഷിക്കുന്നുണ്ട്, ആത്മാർത്ഥമായി സന്തോഷിക്കുന്നുണ്ട്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഒരു ഇലക്ഷനൊക്കെ ആകുമ്പോൾ അതിനൊരു മാന്യത വേണം. സുരേഷ് ഗോപിയെ ബന്ധപ്പെട്ട് എന്തെല്ലാം തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളാണെന്നറിയോ വന്നത്. സുരേഷ് ഗോപി ലൂർദ് മാതാ പള്ളിയിൽ ഒരു കിരീടം കൊടുക്കുന്നു. അവരുടെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ ഫാമിലിയായിട്ട് പോയിട്ട് ഒരു കിരീടം കൊടുക്കുന്നു. എന്തെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങൾ. വ്യക്തിപരമായ ഒരാൾ ഒരു കാര്യം ചെയ്യുന്നു, അതിൻ്റെ പേരിൽ ആക്ഷേപങ്ങൾ വരുന്നു, അത് ചെമ്പാണ് എന്നുള്ള രീതിയിൽ ആക്ഷേപങ്ങൾ വരുന്നു. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ആ പള്ളിയുടെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല ഇത് ചെമ്പാണെന്നോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും വ്യാജമാണെന്നോ. അനാവശ്യമായ രീതിയിൽ വ്യാജ പ്രചരണം നടത്തി വ്യക്തി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കൃത്യമായ രീതിയിൽ സഹതാപം വന്നിട്ടുണ്ട്, പുള്ളിക്കാരന് കൊണ്ടുപോയി വോട്ട് കൊടുത്തിട്ടുണ്ട്. 2, കേരളത്തിലെ മീഡിയ എന്നുള്ള രീതിയിൽ ഈ പ്രത്യേകിച്ച് മീഡിയ വേണമെന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. 4-5 പേര് വട്ടത്തിലിരുന്ന് ഭയങ്കര രീതിയിൽ സംസാരമാണ്. ആഴ്ചയിൽ 7 ദിവസവും സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പറയും. സുരേഷ് ഗോപിയുടെ വഷളത്തരം എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര രീതിയിലൊക്കെ വീഡിയോ അവരിടുന്ന കണ്ടിട്ടുണ്ട്. ഒരു മാധ്യമപ്രവർത്തകരുടെ തോളത്ത് കൈവച്ചു എന്നുള്ള രീതിയിലൊക്കെ വാർത്ത വരുന്നു, അത് വളച്ചൊടിച്ചു ലൈംഗിക ആരോപണമാക്കുന്നു. കാണുന്നവർക്കറിയാം എന്താണ്. നമ്മളാരും മണ്ടന്മാരൊന്നുമല്ല, നമ്മളെല്ലാം മലയാളികൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തൊരു തെറ്റെന്ന് പറയുമ്പോൾ അനുവാദം ഇല്ലാതെ ഒരാളുടെ ശരീരത്ത് തൊട്ടു എന്നുള്ളത് തെറ്റാണ്. അത് സുരേഷ് ഗോപി അംഗീകരിക്കുന്നുണ്ട്, പുള്ളി മാപ്പ് പറഞ്ഞു. അതിനപ്പുറത്തേക്ക് അത് ലൈംഗിക അതിക്രമമാണെന്നുള്ള രീതിയിൽ വളച്ചൊടിച്ചൊക്കെ മീഡിയക്കാർ റിപ്പോർട്ട് ചെയ്യുന്നു. കുറേ ഈ മറ്റു പാർട്ടിയിലെ കുറേ ഈ സൈബർ അണികളുണ്ട്, ഇവരെല്ലാം കൂടി ഇത് ഷെയർ ചെയ്യുന്നു. അന്നും നമ്മൾ പറയുന്നത് ഇതൊരു വ്യാജ വാർത്തയാണ്. സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തിയൊക്കെ മലയാളികൾക്കറിയാം. ഈ വ്യക്തി ഈ BJPയിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ആൾക്കാരെ സഹായിക്കുന്ന ഒരാളാണ്. അപ്പം അനാവശ്യമായ രീതിയിൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരാറുണ്ടെങ്കിൽ പോലും വ്യക്തിപരമായി സുരേഷ് ഗോപിയെ ആൾക്കാർക്കറിയാം എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ജാതി മത വ്യത്യാസമില്ലാതെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാവരും ഇവിടെ കൊണ്ടുപോയി താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് സുരേഷ് ഗോപിയെ തിരുവനന്തപുരത്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കേരളത്തിലെ LDF ആയാലും UDF ആയാലും നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, നിങ്ങൾ എന്ത് കാണിച്ചാലും ആൾക്കാർ മാറ്റി വോട്ട് ചെയ്യത്തില്ലെന്ന്. അങ്ങനെ ഒരു വിചാരം ഉണ്ടെന്നുണ്ടെങ്കിൽ തൃശ്ശൂരിലെ റിസൾട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. മലയാളികൾക്ക് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് കാണിച്ച് തരുന്നതിനാണ് തൃശ്ശൂരിൽ 4 ലക്ഷത്തോളം ആൾക്കാർ സുരേഷ് ഗോപിക്ക് വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചത്. സന്തോഷം മാത്രമേ ഉള്ളൂ. ഇങ്ങനൊരു അടി ഇടയ്ക്കൊക്കെ കിട്ടുന്നത് എല്ലാവർക്കും നല്ലതാണ്. സുരേഷ് ഗോപിയുടെ പെർഫോമൻസ് ഇനി നമുക്ക് കാണാമല്ലോ. ഇനി പറയാനുള്ള രാജ്യത്തെ പ്രതിപക്ഷത്തെ പറ്റി പറയാനാണ്. രാജ്യത്തെ പ്രതിപക്ഷം അതിഗംഭീരമായ രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഈ ഇലക്ഷന് കാഴ്ചവെച്ചത്. 400 സീറ്റ് എന്നുള്ള ഒരു നരേന്ദ്രമോദിയുടെ അമിത കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ അമിത കോൺഫിഡൻസിനെ ഇളക്കിക്കളയുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് രാജ്യത്ത് പ്രതിപക്ഷം ചെയ്തു വെച്ചതെന്ന് സത്യസന്ധമായി തന്നെ പറയണം. കാരണം പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ച വ്യക്തി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അജയ് റായ് 4,60,000 വോട്ടാണ് ആ മണ്ഡലത്തിൽ പിടിക്കുന്നത്. സാക്ഷാൽ നരേന്ദ്രമോദിക്ക് കിട്ടുന്ന 1.5 ലക്ഷത്തിന് ഭൂരിപക്ഷം മാത്രമാണെന്ന് നമ്മൾ ആലോചിക്കുക. നിലവിൽ NDA സർക്കാരിന് ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് ഉത്തർപ്രദേശിലാണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ അവർ കവർ ചെയ്ത് നിന്നിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിൽ സീറ്റ് ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ഉത്തർപ്രദേശിൽ 10-30 സീറ്റ് 35 സീറ്റിനടുത്താണ് പോയത്. അതുകൊണ്ട് തന്നെയാണ് BJP ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താഞ്ഞത്. ഇപ്പം ഒരു അലയൻസ് എന്നുള്ള രീതിയിൽ ഭരിക്കാനേ അവർക്ക് പറ്റത്തുള്ളൂ. ഈ അലയൻസ് എന്ന് പറയുന്നത് നിതീഷ് കുമാറിനെയൊക്കെ വെച്ച് ഭരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. ഏത് നിമിഷം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന ഒരാളാണ് നിതീഷ് കുമാർ. 3 ഭരണകക്ഷിയായിട്ടുള്ള BJP കഴിഞ്ഞ 2 പ്രാവശ്യം ഭരിച്ചിട്ടും 3ാമത്തെ പ്രാവശ്യത്തിലേക്ക് വരുമ്പോൾ തകർന്നടിയുന്നില്ല BJP എന്നുള്ളത് നമുക്കിവിടെ കാണേണ്ടതുണ്ട്. ഈ രാജ്യത്തുള്ള ഏറ്റവും ഇഷ്ടമുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും ഒരുമിച്ച് നിന്ന് BJPക്കെതിരെ മത്സരിച്ചിട്ട് പോലും അവർക്ക് പല സംസ്ഥാനങ്ങളിലും ഭരണം പിടിക്കുന്നു. ഇപ്പം ഒറീസ ആയാലും ആന്ധ്രയിലായാലും അവർ ഭരണം പിടിച്ചു. അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങൾ തെലങ്കാനയിലൊക്കെ അവർ MP മാരുടെ സീറ്റ് ഉയർത്തിയിട്ടുണ്ട്. ആ കൂടി അടി കിട്ടിയത് ഉത്തർപ്രദേശ് മാത്രമാണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം അവർക്ക് ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം NDA എന്നുള്ള രീതിയിൽ അവർ മുമ്പോട്ടാണ് പോയിരിക്കുന്നത്. അപ്പം 240 സീറ്റ് ബാക്കിയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിനോട് എല്ലാം മത്സരിച്ചിട്ടും അവർക്ക് 240 സീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിച്ചിട്ട് പോലും അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് അവരുടെ അച്ചീവ്മെൻ്റാണ്. പക്ഷേ ഇവിടുത്തെ വിഷയം അയോധ്യ പോലുള്ള സ്ഥലങ്ങളിൽ പോലും BJP തോൽക്കുന്നു എന്നുള്ളതാണ്. രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമായ കേരളത്തിൽ അവർക്ക് 1 സീറ്റിലേക്ക് ഒതുങ്ങുന്നു, അതും കേവല ഭൂരിപക്ഷമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആലപ്പുഴ ജില്ല, ഞാൻ താമസിക്കുന്ന ആലപ്പുഴ ജില്ലയിലാണ്. എൻ്റെ പഞ്ചായത്തിൽ പോലും BJP സ്കോർ ചെയ്തു
ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് 3,00,000 വോട്ടിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. ആരിഫുമായിട്ട് 50,000 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കിയിട്ട് അത്രയും വലിയ രീതിയിൽ അവർ വോട്ട് പിടിച്ചു മാറ്റി. ആറ്റിങ്ങൽ എന്ന് പറയുന്ന മണ്ഡലം, അവിടെ ഏറ്റവും ലാസ്റ്റിലേക്ക് വന്ന ഒരു മണ്ഡലമാണ്. ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള, വി ജോയി ജയിക്കും അടൂർ പ്രകാശ് ജയിക്കും എന്നുള്ള രീതിയിൽ 300, 500, 1000 എന്നുള്ള രീതിയിലൊക്കെയാണ് ലീഡ് നിന്നത്. അവിടെ BJP 15,000 വോട്ടിന് പിന്നിൽ നിൽപ്പുണ്ട്. അതായത് അവരൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ കയറി വരാൻ പറ്റുന്ന രീതിയിൽ സംസ്ഥാനത്ത് തൃശ്ശൂർ മാത്രമല്ല മറ്റു പല മണ്ഡലങ്ങളും BJPക്ക് വേണ്ടി വോട്ട് മലയാളികൾ ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ ഈ പറയുന്ന പ്രബുദ്ധരാണ്, ചാണകത്തിൽ ചവിട്ടത്തില്ല എന്ന് പറയുന്ന അതേ മലയാളികൾ തൃശ്ശൂരിൽ BJPക്ക് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ, അതായത് തിരുവനന്തപുരം, പാലക്കാട്, ആലപ്പുഴ പോലുള്ള ജില്ലകളിലൊക്കെ BJP ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട് മലയാളികൾ. അപ്പം ഇവിടുത്തെ LDF ആയാലും UDF ആയാലും കൂടുതൽ അടവും അഭ്യാസവും ഒക്കെ കാണിക്കുന്നതിന് മുമ്പ് ആൾക്കാർ മാറി വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഗോപി വരയ്ക്കേണ്ടി വരും. അപ്പോൾ വലിയ ധാർഷ്ട്യമോ വലിയ അഹങ്കാരമോ ഒന്നും ഇനി കാണിക്കാൻ നിന്നിട്ടൊന്നും കാര്യമില്ല. ഏത് വോട്ടായാലും ഇളകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയമായാലും രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ മുന്നോട്ട് പോക്കായാലും നിലവിലെ മോദി ഗവൺമെന്റിന് തകർച്ചയില്ലാത്തൊരു നിലനിൽപ്പായാലും തീർച്ചയായിട്ടും ഇതെല്ലാം കാട്ടിത്തരുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശമൊക്കെ മനസ്സിലാക്കി മുമ്പോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ സന്ദേശം എത്രയേ ഉള്ളൂ, പൊതുജനങ്ങളോട് വോട്ടറോട് മര്യാദയ്ക്ക് മാന്യമായി പെരുമാറുക, അത്രേ ഉള്ളൂ. ആദ്യമായിട്ട് പേജാണ് ഫോളോ ചെയ്താൽ പറ്റും.